ഹലോ, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ്. മേഘാലയയിൽ വന്നിട്ട് 5-ാമത്തെ ദിവസമാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഞങ്ങൾ വന്നത് ദൗക്കി റിവറിലാണ്. മേഘാലയ എന്ന് പറയുമ്പോഴുള്ള എല്ലാ റീലിലും നമ്മൾ കാണുന്ന ക്ലിസ്റ്റർ ക്ലിയർ വാട്ടർ ആയിട്ടുള്ള ഒരു റിവറാണിത്. ആ റിവറിൽ കല്ലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തോണിയിൽ പോണ ആ സെയിം റിവറാണിത്. പക്ഷേ ഇവിടെ ക്ലിയർ വാട്ടർ കിട്ടണമെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് വെള്ളമെല്ലാം കലങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റിൽ മഴയത്ത് ഈ ഒരു വാട്ടർഫോൾസിൻ്റെ കടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് ക്രാങ്ഷുരി വാട്ടർഫോൾസിലേക്കായിരുന്നു. ഇവിടെ നല്ല ഫീലായിരുന്നു. ഇറങ്ങാൻ പറ്റൂല, പക്ഷെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ സിപ്പ് ലൈനും എല്ലാം ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് പിന്നീട് പോയ സ്ഥലമാണ് എനിക്കൊരിക്കലും മേഘാലയയിൽ മറക്കാൻ പറ്റാത്ത സ്ഥലം. ഭയങ്കര ഫീലായിരുന്നു. ഇവിടെ നല്ല കോടമഞ്ഞ്, അതിനിടയിൽ കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ കൂടെ നമ്മളൊരു തോണിയിൽ പോയിട്ട് കുറേ നടക്കണം. ആ തോണിയിൽ പോയിട്ട് കുറേ നടന്നിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് ഫേ വാട്ടർഫോൾസ്. പക്ഷേ ഈ തോണിയിലെ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും രസമായിരുന്നു കാണാൻ. കാരണം ഭയങ്കര കോടയായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ പോകാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം നമുക്കത് എൻജോയ് ചെയ്യാനുള്ള സമയം എല്ലാം കൂടെ ഒരു ദിവസമായപ്പോഴത്തേക്ക് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. പക്ഷെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് തോണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ ആ വാട്ടർഫോൾസിലെത്തുന്നത്. ഇതാണ് ഫേ വാട്ടർഫോൾസിൻ്റെ ഫസ്റ്റ് ഭാഗം. ഇവിടെ നമുക്ക് ഇറങ്ങാം, തൊട്ടടുത്ത് തന്നെ പോകാം. ഞാൻ തൊട്ടടുത്ത് പോയി. എനിക്ക് അവിടെ കുറേ സമയം എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഇതിൻ്റെ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകണമായിരുന്നു. അത് കുറേ നടക്കണം. പിന്നെയും നമ്മൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ്. ഇത് ഭയങ്കര ഫീലുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ നിരാശ ഉണ്ടായിരുന്നു.